പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. പ്രിയരെ, അഭിഷേകാഗ്നിയുടെ 1000 പൊന്നാളങ്ങൾ എന്ന ഈ മനോഹരമായ പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. പൊതുവെ ഒരു ചിന്തയുണ്ട്, ധാരാളം സന്യാസ സഭകൾ നമുക്കുണ്ടല്ലോ, ഓൾറെഡി വിവിധ സഭകളുണ്ട്. ഇനിയും ഇപ്പോൾ സെഹിയോൻ്റെ വക ഒരു കോൺഗ്രിഗേഷൻ, അതിൻ്റെ ഒരു ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ഇതിന് കാനോനികമായിട്ടുള്ള അംഗീകാരമൊക്കെ ലഭിച്ചിട്ടുണ്ടോ? ഇത് ജനത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സംശയം ഒന്ന് മാറിക്കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ്. ഉറപ്പായിട്ടും വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണത്. ഒരുപാട് പേർക്ക് സംശയമുള്ളതായിട്ട് ഈ അടുത്ത കാലത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എനിക്ക് ആദ്യം അത് മനസ്സിലായിരുന്നില്ല, എന്നാൽ ഈ അടുത്ത കാലത്ത് എൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുണ്ട്. ഇത് ഇപ്പോൾ PDM സഭയുടെ അംഗീകാരം ഉണ്ടോ? ഇത് അച്ഛൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ഉടായിപ്പ് പ്രസ്ഥാനമല്ലേ? ഇതിപ്പോൾ അച്ഛൻ്റെ കാലത്തോടെ തീരും. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയണ ഒരുപാട് കമൻറ്റുകൾ പല കോർണറിൽ നിന്ന് പല ആളുകൾ വന്ന് എൻ്റെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചോദിച്ചത് നന്നായി. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് 2 വാക്ക് പറയാൻ ഞാൻ വളരെ അധികം ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇത് അങ്ങനെ ഒരു ഉടായിപ്പ് കാര്യമൊന്നും അല്ല. അത് ഒരാൾക്ക് തോന്നുമ്പോഴേക്ക് തുടങ്ങാവുന്നതും ഇഷ്ടംപോലെ നടക്കാവുന്നതായ സ്ഥലമല്ല കർത്താവിൻ്റെ സഭ. കത്തോലിക്ക സഭയിൽ ഇങ്ങനെ ഒരു ഇൻസ്പിറേഷൻ, പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം ഒരു വ്യക്തിക്ക് ലഭിച്ചാൽ ആ വ്യക്തി അത് ഉടനെ മേലധികാരിനെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. എനിക്കിങ്ങനെ ഒരു ശക്തമായ പ്രചോദനം വർഷങ്ങളായി ലഭിച്ചുകൊണ്ടിരുന്നു. ഞാനത് പ്രാർത്ഥന വെക്കുന്നത് മാത്രമല്ല, എന്നോട് ഏറ്റവും ക്ലോസായി ചിലരോടൊക്കെ പറഞ്ഞെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് ഞാനത് എൻ്റെ മേലധികാരി അന്നത്തെ പാലക്കാട് ബിഷപ്പായിരുന്ന മാർ ജേക്കബ് മനത്തോടത്ത് പിതാവിനോട് ഷെയർ ചെയ്തുകൊണ്ടിരുന്നു. പിതാവിന് ആ കാര്യങ്ങളെല്ലാം ശരിക്കും മനസ്സിലാക്കാനായിട്ട് പിതാവ് ആഗ്രഹിച്ചിരുന്നു. അതുപോലെ ബിനോയിച്ചിന് അങ്ങനെ ശക്തമായ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ എമി സിസ്റ്ററിന് ശക്തമായ ആഗ്രഹം ഉണ്ടായിരുന്നു. മനത്തോടത്ത് പിതാവിൻ്റെ ഉള്ളിൽ ഇതിനെക്കുറിച്ചുള്ള പ്രചോദനങ്ങൾ പരിശുദ്ധാത്മ പല ആംഗിളിൽ നൽകിക്കൊണ്ടിരുന്നു. അത് പക്ഷേ എടുത്തു ചാടി ഒന്നും ചെയ്തില്ല. 10-20 വർഷത്തോളം ഡിസേൺമെൻറ്റിനെടുത്തു. അതിനുശേഷം ഒരു നിശ്ചിത സമയം വന്നപ്പോൾ അഭിമന്യ പിതാവ് തന്നെ നേതൃത്വം എടുത്ത് അത് പാലക്കാട് എപ്പാർക്കിൽ റൈറ്റിലുള്ളൊരു മോണസ്ട്രി ആയിട്ട്, പ്രത്യേകിച്ച് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ആയിരുന്ന ആലഞ്ചേരി പിതാവിൻ്റെ അനുവാദത്തോടെ പാലക്കാട് രൂപത മെത്രാൻ മാർ ജേക്കബ് മനത്തോടത്ത് പിതാവ് 2018 പൈസയിൽ ആരംഭിച്ചു. 2021 എപ്പാർക്കിൽ റൈറ്റിലുള്ള ഒരു മോണസ്ട്രിയായി കാനോനികമായി തന്നെ ഈ മോണസ്ട്രീനെ ഉയർത്തി. അപ്പോൾ ഇത് സഭയുടെ ഒഫീഷ്യൽ അംഗീകാരമുള്ള, സഭ ഔദ്യോഗികമായി ഇറക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു എപ്പാർക്കിൽ റൈറ്റിലുള്ള കാനോനിക്കൽ എൻറ്റിറ്റിയുള്ള ഒരു മോണസ്ട്രിയാണ് പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി. ഇവിടെ വൈദ്യ വിദ്യാർത്ഥികൾ എടുക്കാം, അവിടെ തന്നെ പഠിപ്പിക്കാം, അവിടെ തന്നെ ഓർഡിനേഷൻ കൊടുക്കാം, അവരെ അവിടുന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് പറഞ്ഞയക്കാം. ഈ വിധമുള്ള എല്ലാ ആ ഒരു സ്വതന്ത്ര അധികാരത്തോട് കൂടിയ എപ്പാർക്കിൽ റൈറ്റിലുള്ള കാനോനിക അംഗീകാരമുള്ള ഒരു മോണസ്ട്രി ആയിട്ടാണ് പാലക്കാട് രൂപതയിലെ മെത്രാൻ അന്ന് ചുമതലയുണ്ടായിരുന്ന മാർ ജേക്കബ് മനത്തോടത്ത് പിതാവ് ഈ PDM മോണസ്ട്രി ആയിട്ട് ഉയർത്തിയിരിക്കുന്നത്. ഈ രണ്ടാമത്തെ കാര്യം, എന്തിനാണ് ഇതിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളത്. അതായത് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്നോട് പല ആളുകൾ ചോദിച്ചിട്ടുണ്ട്, സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ഇപ്പം തന്നെ ഇഷ്ടം പോലെ 70 ശുശ്രൂഷകളുണ്ട്, ഇനി അച്ഛൻ ഇതൊക്കെ സംതൃപ്തിപ്പെട്ടിരുന്നാൽ പോരെ? അപ്പോൾ അതുപോലെ തന്നെ ലോകത്തിലാണെങ്കിൽ ഇപ്പോൾ ഇഷ്ടംപോലെ അച്ഛന്മാരുണ്ട്, ഇനി എന്തിനാ കൂടുതൽ അച്ഛന്മാർ എന്നൊക്കെ പല ആളുകളും പല വിധത്തിൽ എൻ്റെ ശ്രദ്ധയിൽ ആ ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ദൈവത്തിൻ്റെ ആത്മാവ് ഒന്നും വെറുതെ തുടങ്ങുകയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ അടിസ്ഥാനങ്ങളുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി പ്രചോദനം തന്നുകൊണ്ടിരുന്നൊരു കാര്യമാണത്. അതിനുശേഷം എനിക്ക് തന്നെ ഇത് ബോധ്യമില്ല, ഞാനും ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അതായത് ഈ ധ്യാനകേന്ദ്രം തന്നെ റൺ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഇല്ല, അതിന് തന്നെ സമയം കിട്ടുന്നില്ല, ഇവിടെയുള്ള കാര്യം തന്നെ നോക്കാൻ സാധിക്കില്ല, ഇനി എങ്ങനെ ഇത് ഒരു മോണസ്ട്രി രൂപപ്പെടുത്തി അതൊക്കെ എങ്ങനെ നോക്കും എന്ന് ഞാൻ പലതവണ ചിന്തിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ ഒരു ചിന്ത, ഇനി ശരിക്കും ഇത് ആവശ്യമില്ല എന്ന് തന്നെ ഞാൻ പലതവണ ചിന്തിച്ചിട്ടുണ്ട്. ബിനോയിച്ചോട് ചിലപ്പോഴൊക്കെ എന്നെ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ എനിക്ക് ചിലപ്പോഴിങ്ങനെ തോന്നുന്നുണ്ടെന്നൊക്കെ ചിലപ്പോൾ ഞങ്ങൾ കൂടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഷെയർ ചെയ്യും. അപ്പോഴൊക്കെ ദൈവത്തിൻ്റെ അപ്പോൾ എന്ത് ചെയ്യും, ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പല കാര്യങ്ങൾ കാണിക്കാൻ തുടങ്ങി. ഒരു ദിവസം അയർലൻഡിൽ ചെന്നപ്പോൾ അവിടെ ഒരു സിസ്റ്റർ, മലയാളി സിസ്റ്റർ ശുശ്രൂഷ ചെയ്ത് ഹൃദയം പൊട്ടി എന്നോടൊരു കാര്യം പറഞ്ഞു, എൻ്റെ അച്ഛാ എനിക്കിവിടെ ശുശ്രൂഷ ചെയ്ത് ഭയങ്കര വിഷമാണ് അച്ഛാ. ഞാൻ എന്താ സിസ്റ്റർ വിഷമം? സിസ്റ്റർ പറഞ്ഞു, ഇവിടെ ഈ ഇടവകളിൽ സിസ്റ്റർ ശുശ്രൂഷ ചെയ്യുന്നത് അയർലൻഡിലുള്ള ഐറിഷ് ഇടവകളിലാണ്.
ഐറിഷ് ഇടവകളിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ സിസ്റ്റർ പറയാണ്, ഇവിടെ ഒരു മരിച്ചടക്കോ ഒരു കല്യാണമോ ഒരു ബർത്ത്ഡേ പാർട്ടി എന്തെങ്കിലും നടന്നാൽ, ഒരു ഫംഗ്ഷൻ കഴിഞ്ഞാൽ ആളുകൾ പോയി കഴിയുമ്പോൾ എല്ലാ ബെഞ്ചിലും അതുപോലെ തന്നെ പള്ളിയുടെ വേസ്റ്റ് ബോക്സിലും നിറയെ പരിശുദ്ധ കുർബാന കിടക്കും. ഞാൻ ഹൃദയം തുടങ്ങി, സിസ്റ്ററും ഹൃദയം തുടങ്ങി. ക്രിസ്തു പറഞ്ഞു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ സിസ്റ്റർ, ഇവിടെ നിയന്ത്രിക്കാൻ ആരുമില്ലേ? ഇവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ലേ? ഇവിടെ പഠിപ്പിക്കാൻ ആരുമില്ലേ? അവിടെ അച്ഛനെ അറിയിക്കാൻ പാടില്ലായിരുന്നോ? അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഞാൻ അച്ഛനോടൊക്കെ പറഞ്ഞതാണ്, പക്ഷെ അച്ഛൻ അത് പള്ളിയിൽ അനൗൺസ് ചെയ്യുന്നില്ല. ഞാൻ എന്തുകൊണ്ടാണ് ജനങ്ങളെല്ലാം പരിശുദ്ധ കുർബാന എടുത്ത് ഇങ്ങനെ വേസ്റ്റ് ബോക്സ് ഇടുന്നത്? എന്തുകൊണ്ടാണ് ജനങ്ങൾ പരിശുദ്ധ കുർബാന ബെഞ്ചിലൊക്കെ അവിടെ ഇവിടെ അലക്ഷ്യം ഇട്ടിട്ട് പോണത്? എന്തുകൊണ്ടാണ് പരിശുദ്ധ കുർബാന നിന്ദിക്കുന്നത്? അപ്പോഴാണ് സിസ്റ്റർ പറയണത്, അച്ഛാ, അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ വല്ലപ്പോഴും വല്ല ഫംഗ്ഷന് പള്ളി വരുമ്പം കുർബാന സ്വീകരിക്കുന്നു, അവർ തിരിച്ചു മറിച്ച് നോക്കുന്നു, എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അടുത്തുള്ളവരോട് ചോദിക്കുന്നു, ഇതെന്താണെന്ന് ചോദിക്കുന്നു, അവർക്ക് മനസ്സിലാകുന്നില്ല. അവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ട് ആർക്കും മനസ്സിലാകുന്നില്ല. അവസാനം വളരെ വളരെ ജെന്റിലായുള്ള ആളുകൾ അതുകൊണ്ട് വേസ്റ്റ് ബോക്സ് ഇടും, അല്ല അത്ര ജെന്റിൽ അല്ലാത്ത ആളുകൾ അത് ബെഞ്ചിൽ ഇട്ടിട്ട് പോകും. കാരണം അവർക്ക് 40-40 വർഷമായിട്ട് ഇത് ഈശോയാണ് എന്ന് അവരെ പഠിപ്പിക്കാൻ ആരുമില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് വേദന, എനിക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞത്. എൻ്റെ ജനം അജ്ഞത നിമിത്തം നശിക്കുന്നു, അവരെ പഠിപ്പിക്കണം, അവരോട് എന്നെക്കുറിച്ച് പ്രഘോഷിക്കണം, അതിന് ഞാൻ അന്വേഷിക്കുകയാണെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ഒരു രാജ്യത്തെ കാര്യം മാത്രമല്ല. യു കെയിൽ ഇപ്പോൾ ഒരു സർവേ 2017 നടത്തിയപ്പോൾ അവിടെ പറഞ്ഞിങ്ങനെയാണ്, ഈ ഇംഗ്ലീഷുകാരിൽ 5-1 മാത്രമേ യേശു ജനിച്ചത് ക്രിസ്മസ് ദിവസത്തിലാണെന്ന്, ക്രിസ്മസ് ദിവസം യേശു ജനിച്ചതിൻ്റെ ഓർമ്മയാണെന്ന് അറിയാവുന്നത് വളരെ തുച്ഛം മാത്രം. ബാക്കിയുള്ളവർക്ക് യേശു എന്ന വാക്ക് അവർ കേട്ടിട്ടില്ല, യേശുവിനെ അറിയില്ല. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഹോളിഡേ, അത് മാത്രമേ അവർക്ക് അറിയുള്ളൂ. എന്താ കാരണം? അവരോട് ഈശോയെക്കുറിച്ച് പഠിപ്പിക്കാൻ അവിടെ ആരുമില്ല. കർത്താവ് അതിൽ വേദനിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരൻ, ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, വചനം പ്രഘോഷിക്കാൻ വേണ്ടി മാത്രമുള്ള വൈദികർ ഇനിയും വേണം. കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ വചനപ്രഘോഷണം ചില അനുഭവമുള്ള, ഇപ്പോൾ സൂചിച്ചന് അറിയാം, യു കെയിലൊക്കെ ശരിക്കും നല്ല അനുഭവമുള്ള വചനപ്രഘോഷണത്തിന് വേണ്ടി ജനം ദാഹിക്കുകയാണ്. ഞാനൊരു കണ്ട് ഒരിക്കൽ അവിടെ യു കെയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു ഇംഗ്ലീഷ് ബിഷപ്പിനോട് പറയുകയാണ്, അദ്ദേഹം എക്യുമെനിക്സത്തിലും കൂടെ വർക്ക് ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, പല കത്തോലിക്കനും പകല് രാവിലത്തെ കുർബാനയ്ക്ക് പോവും, കത്തോലിക്ക കുർബാനയ്ക്ക് പോയിട്ട് പലരും ഉച്ച കഴിഞ്ഞ് ഒരു പെന്തക്കോസ്റ്റൽ ചർച്ചിൽ പോയി ഒരു വേർഷിപ്പ് നടത്താനും വേർഡ് ഓഫ് ഗോഡ് സ്വീകരിക്കാനും പോകും. അവർക്ക് ദൈവാനുഭവം കിട്ടാൻ വേണ്ടി അവർ പലരും പെന്തക്കോസ്റ്റ് ചർച്ചിലാണ് പോണത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത് വലിയൊരു യാഥാർത്ഥ്യമാണ് പലയിടത്തും. ഇപ്പോൾ നമ്മുടെ കത്തോലിക്ക പള്ളി വന്നിട്ട് ദൈവാനുഭവം ഇല്ല. അവിടെ നല്ല ദൈവാനുഭവങ്ങളുള്ള വചനങ്ങളും ശുശ്രൂഷകളും പ്രൈസ് ആൻഡ് വർഷിപ്പും ഒക്കെ ആൾക്കാരുടെ ഒരു അവകാശമാണ്, അത് കൊടുക്കണം എന്നുള്ളൊരു രീതിയിൽ ആ ബിഷപ്പിനോട് പറഞ്ഞു ഓർക്കാണ്. അവിടെ ഒരു ബിഷപ്പ് ഇങ്ങനെ വിലപിച്ചു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ കൂടെ അസംഖ്യം അല്ലെങ്കിൽ ഒരുപാട് അച്ഛന്മാരുണ്ട്, പക്ഷേ എൻ്റെ ജനങ്ങളെല്ലാം ചെതറിപ്പോകുന്നു, എൻ്റെ പള്ളികൾ അടച്ചടച്ച് പൂട്ടി വരുന്നു, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു ആർച്ച് ബിഷപ്പ് വിലപിച്ചതാണ്. എനിക്ക് ഒരുപാട് അച്ഛന്മാരുണ്ട്, പക്ഷേ എൻ്റെ ജനം ചെതറിപ്പോകുന്നു, പള്ളിയിൽ ആളില്ല, എൻ്റെ പള്ളികളെല്ലാം പൂട്ടി വരുന്നു. അപ്പം എന്താ കാരണം? ദൈവത്തിൻ്റെ ജനത്തിന് അവരുടെ വിശപ്പ് മാറ്റാൻ തക്കത് വചനം കൊടുക്കണം. ദൈവത്തിൻ്റെ ജനത്തിന് അവരുടെ ദാഹം തീർക്കാൻ തക്കത് പരിശുദ്ധാത്മാവിനെ നൽകുന്ന നല്ല അനോയിൻറ്റിങ് ശുശ്രൂഷകൾ ഉണ്ടാകണം. ഇത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി കർത്താവ് പറഞ്ഞു, അതിനുവേണ്ടി തന്നെ ഒരുങ്ങുന്ന വൈദികരും സിസ്റ്റേഴ്സും അൽമായരും ഉണ്ടാകണം. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇങ്ങനെ ഡെലിവറൻസ് ചെയ്ത് അനുഭവത്തോടുള്ള വചനപ്രഘോഷണം നടത്തി ഇതിനുവേണ്ടി മാത്രം ഒരുങ്ങുന്നവരും ഇതിനുവേണ്ടി മാത്രം ജീവിക്കുന്നവരുമായ വൈദികർക്കും സിസ്റ്റേഴ്സിനും അൽമായർക്കും രൂപം നൽകുക. അങ്ങനെയാണ് PDM എന്ന മോണസ്ട്രിയും അഭിഷേക് സിസ്റ്റേഴ്സ് എന്ന മോണസ്ട്രിയും അനോയിൻറ്റിംഗ് ഫെയർ കാത്തലിക് മിനിസ്ട്രി എന്ന അൽമായരുടെ മിഷണറി സമൂഹത്തിനും രൂപം നൽകാൻ ഇടവന്നത്. ദൈവത്തിന് സ്തുതി. വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചതെങ്കിലും അച്ഛൻ്റെ ഒരു വിശദീകരണം, സത്യത്തിൽ പരിശുദ്ധാത്മാവ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുകയാണ്. വിശുദ്ധ കുർബാനയോടുള്ള അനാദരവോർത്ത് അച്ഛൻ എന്താ പറയുന്നത്, ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് കുറച്ച് നേരം ശബ്ദിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നിന്ന് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആ ഒരു ഹൃദയവേദന തീർച്ചയായിട്ടും ഈ പ്രേക്ഷകരുടെയൊക്കെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിനൊരു റിസൾട്ട് ഉണ്ടാകും എന്ന്
ഉറപ്പായ ഒരു നിമിഷവും കൂടിയാണ് ഇതെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുക. ഇനി മാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ ഈ അഭിഷേകാഗ്നി ശുശ്രൂഷ ലോകത്തിന് കൊടുക്കുന്നത്. ഇപ്പോൾ മാധ്യമ ലോകം അപ്പാടെ മാറുകയാണ്. അപ്പോൾ സിഹിയോനിലൂടെ ഇത്തരം ആത്മീയ ശുശ്രൂഷകൾ മുന്നോട്ട് പോകുമ്പോൾ, അതും ഈ മാധ്യമങ്ങളിലൂടെ, നമ്മൾ അതിനുവേണ്ടി സജ്ജരാണ്. ഒന്നത്. രണ്ട്, ഒരു പുതിയ ഇനിഷ്യേറ്റീവ്സുകളൊക്കെ ഈ ആത്മീയ ശുശ്രൂഷയിൽ ദൈവം പരിശുദ്ധാത്മാവ് ഈ സമൂഹത്തിന് പകർന്നു കൊടുക്കുന്ന പുതിയ ശുശ്രൂഷകളെക്കുറിച്ചുള്ള ചിന്തകളുണ്ടോ? സോജിയച്ചന് ന്യൂ ഇനീഷ്യേറ്റീവ്സിനെ കുറിച്ച് കുറച്ച് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അത് വലിയൊരു ബ്ലെസ്സിങ് ആയിരിക്കും. ഞാൻ പലപ്പോഴും സോജിയച്ചനത് കേട്ടിട്ടുണ്ട്. അത് ബെനഡിക്റ്റ് പാപ്പ എല്ലാം എൻകറേജ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ന്യൂ ഇനീഷ്യേറ്റീവ്സ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പുതിയ പുതിയ അഭിഷേകങ്ങളാണല്ലോ തരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയണത്, ഓരോ ഹോളി സ്പിരിറ്റിൻ്റെ അഭിഷേകം വരുമ്പോൾ ഒരു പുതിയൊരു ഗിഫ്റ്റ് തരും. ഒരു ഗിഫ്റ്റിൻ്റെ കൂടെ ഒരു സഫറിങ് ഉണ്ടാകുന്ന അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ഈശോ പറഞ്ഞു, ഞാൻ ഭൂമിയിൽ വന്നത് ഞാൻ സമാധാനമല്ല, വാളാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ചില അഭിഷേകങ്ങളുടെ കൂടെ ഒരു പുതിയ ഗിഫ്റ്റ് ഉള്ളപ്പോൾ അതിനോടൊരു സഫറിങ് ഉണ്ട്, അതോടൊരു വാളും ഉണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ മുറിപ്പെടുത്തും അദ്ദേഹം പറയുകയാണ്. കാരണം നമുക്ക് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം മാത്രമല്ല, പുതിയൊരു സാധനം പരിശുദ്ധാത്മാവ് കൊണ്ടുവരുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വേദന ചില ആൾക്കാർക്കുണ്ടാകും. പിന്നെ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര സന്തോഷവും വലിയ ആനന്ദവും, അതേപോലെ ചില ആൾക്കാർക്ക് അത് ഭയങ്കര കയ്പായിട്ട് തോന്നും. അപ്പോൾ അതുപോലെ തന്നെ പുതിയ ഇനീഷ്യേറ്റീവ്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ PDM വന്നു, ASTM വന്നു, FCM വന്നു. ഇപ്പോൾ പുതിയ പരിശുദ്ധാത്മാവിൻ്റെ പുതിയ കാര്യങ്ങളാണ്. അത് അധികാരികൾക്ക് ബോധ്യപ്പെട്ട് അംഗീകരിച്ചെങ്കിലും ചില ആൾക്കാർക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവർക്കത് കയ്പായിട്ട് തോന്നുകയാണ്. പക്ഷേ ഒരുപാട് ആൾക്കാർക്ക്, ഒരുപാട് അൽമായർക്ക് അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്, പുതിയ ഗിഫ്റ്റാണ്, പുതിയ സന്തോഷമാണ്, പുതിയ കർത്താവിൻ്റെ സ്നേഹമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ആറ്റിറ്റ്യൂഡും ഈ ഒരു പുതിയ ശുശ്രൂഷകളുടെ കൂടെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ശാലോം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എത്രയോ പേർക്കാണത് മനസ്സിലാക്കാൻ പറ്റാതെ. ദൈവം ബെന്നിസാറിന് വെളിപാട് കൊടുത്തു, അതുപോലെ തന്നെ ടീമുകൾ കുറച്ച് പേർക്കല്ല അത് മനസ്സിലാക്കാൻ പറ്റി, അവർ സപ്പോർട്ട് ചെയ്തു. പക്ഷേ ബാക്കി ഭൂരിഭാഗം പേർക്കും ലോകത്തിൻ്റെ കാഴ്ചപ്പാടുള്ള കാരണം പരസ്യമില്ലാണ്ട് അങ്ങനെ ടീം മുമ്പോട്ട് പോകും. അതേപോലെ തന്നെയാണ് ഇനിയിപ്പോൾ ഈ PDM വന്നു, അച്ഛന്മാരുടെ പുതിയൊരു കോൺഗ്രിഗേഷൻ. ഇത്ര അച്ഛന്മാരുണ്ടല്ലോ, ഇത്ര അച്ഛന്മാർ പോരാ. പരിശുദ്ധാത്മാവ് ഈ പറഞ്ഞ പോലെ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഈശോൻ അറിയാത്ത ചെറുപ്പക്കാർ, നിരീശ്വരവാദികൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഗേ ലൈഫ് നയിക്കുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് കൂടുതൽ റീച്ച് ഔട്ട് ചെയ്യാനും കർത്താവിൻ്റെ വചനം കൊടുക്കാനും പുതിയ അഭിഷേകമുള്ള വൈദികരും സിസ്റ്റേഴ്സും അൽമായ ശുശ്രൂഷ ഉണർന്നു വരണം. ഇപ്പോൾ പള്ളി വരുന്നവർ മാത്രമല്ലല്ലോ നമുക്കുള്ളത്. അപ്പോൾ മീഡിയയുടെ ഉപയോഗത്തെക്കുറിച്ച് ബെനഡിക്ട് 16 പറഞ്ഞിരുന്നത് എങ്ങനെയാണല്ലോ, അതായത് ഒരു വൈദികനെ സംബന്ധിച്ചിടത്തോളം പള്ളി വരുന്ന ഒരു 100 പേരുടെ മാത്രം വികാരിയല്ല, ഒരു മീഡിയയുടെ ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് 1000 പേരുടെ വികാരിയായിട്ട് മാറും. അപ്പോൾ അത് ഒരു പ്രത്യേക ഒരു സ്ഥലത്തുള്ളൊരു പള്ളി മാത്രമല്ല മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതേപോലെയാണ് ഇപ്പോൾ അഭിഷേകത്തിനാണ് തന്നെ എത്രയോ പേർക്ക്, നമ്മുടെ കത്തോലിക്കർക്ക് മാത്രമല്ല, എത്രയോ വിജാതീയരാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് കൂടുതൽ അറിയുന്നത്. എത്രയോ മറ്റുള്ള ആൾക്കാരാണ് യേശുവിനെ അറിയണത്. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുതിയ ഇനീഷ്യേറ്റീവ്സിനോടുള്ള ഒരു വലിയൊരു തുറവ് നമുക്കുണ്ടാകണം. ഒരു പക്ഷേ അത് എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മൾ കുറ്റം പറയാതെ ഈശോയ്ക്ക് നന്ദി പറയുമ്പോൾ ആ സമയത്തിൻ്റെ പൂർത്തിയിൽ മനസ്സിലാകും. ഇപ്പോൾ വട്ടാച്ചനെ പരിശുദ്ധാത്മാവ് ബിനോയച്ചനും സിസ്റ്ററിനെ എമിക്കും പിതാവിനൊക്കെ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഒരു പ്രത്യേക ഒരു കൃപ കൊടുത്തു. അതനുസരിച്ച് പുതിയ വൈദികരുടെ കോൺഗ്രിഗേഷന്, സിസ്റ്റേഴ്സിൻ്റെ ശുശ്രൂഷകൾ, അതുപോലെ അൽമായരുടെ ശുശ്രൂഷകളെല്ലാം പരിശുദ്ധാത്മാവ് നൽകി. അപ്പോൾ അതിനോടുള്ള ഒരു തുറവി സ്നേഹം ഉണ്ടാകുന്നതനുസരിച്ച് പരിശുദ്ധാത്മാവിനെ കൂടുതൽ നമുക്ക് വെളിപ്പെടുത്തി തരുകയും ചെയ്യും. പരിശുദ്ധാത്മാവിൻ്റെ ഈ വെളിപാട് സ്വീകരിക്കുമ്പം നമ്മളൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധാത്മാവിന് ഏത് പുതിയ കാര്യം ലോകത്തിൽ വന്നാലും അതെല്ലാം ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിലാണ്. AI വന്നാലും അത് ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിലാണ്, പരിശുദ്ധാത്മാവിൻ്റെ അധികാരത്തിന് താഴെയാണത്. അതിൻ്റെ മേൽ പരിശുദ്ധാത്മാവിന് അധികാരമുണ്ട്. അതിനെ ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ള ഒരു ഗിഫ്റ്റ് തരാൻ പരിശുദ്ധാത്മാവിന് പറ്റും. നമ്മളതുകൊണ്ട് നമ്മളിപ്പം TV വന്നു, ആദ്യകാലത്ത് ചിലപ്പോൾ നമ്മളതിന് കുറച്ച് നെഗറ്റീവായിട്ട് നിന്നു. അതിനുശേഷം നമ്മൾ ഇൻ്റർനെറ്റ് വന്നു, അപ്പോഴും ചിലപ്പോൾ അത് ശരിയല്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ നിൽക്കാതെ അതിനെ ദൈവരാജ്യത്തിന് വേണ്ടി എങ്ങനെ വിനിയോഗിക്കാം, അതിന് പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപ്തരാകാൻ പറ്റുമെന്ന് വിചാരിച്ച് പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിന് കൃപ പ്രാപിച്ച് ഇത് ദൈവരാജ്യത്തിന് വേണ്ടി വിനിയോഗിക്കാനും ദൈവരാജ്യത്തിൻ്റെ ഉപദ്രവങ്ങൾ തടയാനുമുള്ള ഒരു ശുശ്രൂഷ വേദിയാക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു ഒരുങ്ങണം. അച്ഛൻ സംസാരിച്ചപ്പോൾ ഒരു ആധികാരികതയോടുകൂടി മുഖഭാവമൊക്കെ മാറുകയാണ് ശരിക്കും. അത് നമ്മളിലിങ്ങനെ എന്താ പറയുക, സ്വീകരിക്കപ്പെടാൻ തക്ക ആത്മാവിൻ്റെ പ്രവർത്തനമാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രേക്ഷകരെ സംബന്ധിച്ച് കൗതുകകരമായിട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സാധാരണ ഞങ്ങളൊക്കെ കാണുമ്പോൾ വളരെ സൗമ്യനായ, ശാന്തനായ, ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ നിഷ്കളങ്കമായ ചിരിയിൽ തന്നെ വലിയൊരു അഭിഷേകം. പക്ഷെ അച്ഛനോട് ചോദിക്കട്ടെ, മട്ടായിലച്ഛൻ ദേഷ്യപ്പെടാറുണ്ടോ?
അത് നല്ലൊരു ചോദ്യമാണ്. Praise the Lord. അതായത് കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത് പോലെ ചിലപ്പോൾ വളമിടണം, ചിലപ്പോൾ വെട്ടിയൊരുക്കണം, ചിലപ്പോൾ മരുന്നടിക്കണം. അതെല്ലാം പാസ്റ്ററിങ്ങിൻ്റെ ഭാഗമാണതൊക്കെ. ഞാനത് വിശ്വസിക്കുന്ന ആളാണ്. സ്നേഹിക്കുക, ചിരിക്കുക, വളർത്തുക എന്നെല്ലാം പറയുമ്പോൾ എപ്പോഴും തലോടിക്കൊണ്ടിരിക്കുക, എപ്പോഴും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമല്ലെന്ന് ഇത് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം അതിൻ്റെ കൂടെ ഇതെല്ലാം ഉണ്ട്. ചോട് കളയ്ക്കണം, വളമിടണം, നനയ്ക്കണം, മുറിക്കണം, പിന്നെ കീടങ്ങളൊക്കെ ഓടിപ്പോകാൻ വേണ്ടിയുള്ള പെസ്റ്റിസൈഡ് അടിക്കണം. അങ്ങനെ ഒരുപാട് ശുശ്രൂഷകളുടെ ഒരു മിശ്രിതമാണ് ശരിക്കും പാസ്റ്ററിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കണക്കാക്കുന്നത്. ഒരു ആത്മാവിനെ ദൈവം ഏൽപ്പിച്ചാൽ, എന്നെ ഏൽപ്പിക്കാത്ത ആത്മാക്കളുടെ മേൽ ഞാനൊന്നും ചെയ്യാറില്ല. ഒരു ആത്മാവിനെ ഏൽപ്പിച്ചാൽ ആ ആത്മാവിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഒരിക്കലും എൻ്റെ സൽപ്പേര് നോക്കാറില്ല, മറ്റുള്ളവരത് ചിന്തിക്കാൻ വിചാരിക്കാറില്ല. എനിക്ക് അതിനെക്കുറിച്ച് അത് ആവശ്യമാണെന്ന് തോന്നിയാൽ അപ്പോൾ മുറിക്കേണ്ടത് മുറിക്കണം, തൈലം പുരട്ടേണ്ടത് തൈലം പുരട്ടണം, വളമിടേണ്ടത് വളമിടണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതെ സിസ്റ്ററെ, ഈ ദേഷ്യപ്പെടുമ്പോൾ അത് കൃപയായി മാറുന്നുണ്ടോ, അല്ലെങ്കിൽ കൃപയാണോ എന്ന് പറയാനായിട്ട് പറ്റുമോ? ഉറപ്പായിട്ടും ഒരു ഡോസും കൂടെ കിട്ടിയാൽ കൊള്ളാം എന്ന്. അല്ല, ഒരു ഡോസും കൂടി തരണം എന്ന് തോന്നുന്നു. അതായത് അതിൻ്റെ കാരണം എന്താണെന്ന് പറയാം. ഇപ്പം ഞാൻ തണുത്തിരിക്കുകയെന്ന് വിചാരിക്കുക. ഞാൻ തണുത്തിരിക്കുകയാണെങ്കിൽ അച്ഛനൊരു ഡോസ് തരാണെങ്കിൽ പ്രാർത്ഥന കൂടും. പിറ്റേ ദിവസം നടക്കേണ്ട കാര്യങ്ങളൊക്കെ ശരിയായ വിധത്തിൽ നടക്കും. എന്നെ സംബന്ധിച്ച് എനിക്ക് മാത്രമല്ല, ഇവിടെ പിള്ളേരൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ എന്ന് ഡോസ് തരുന്നു, പിന്നത്തെ ശുശ്രൂഷകളൊക്കെ ഇരട്ടി അഭിഷേകമുള്ളതായി മാറും. നമ്മുടെ ജീവിതത്തിലും ഓരോരുത്തരുടെ ജീവിതത്തിലും അതൊരു അഭിഷേകമായി മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. സാംസൺ, ഞാനിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് അച്ഛനോടെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരെയും മിക്കവാറും അച്ഛൻ ശാസിക്കും. അവർക്കൊന്നും പിന്നീട് അടുത്ത സെക്കൻഡിൽ അതൊരു നമുക്ക് മുറിവ് വെക്കുന്നുണ്ടല്ലോ. ചിലർക്ക് നമ്മൾ വഴക്കുറയും മുറിവ് വെക്കുമ്പോഴാണ് എൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത്. ഇത് മുറിവേപ്പായിട്ട് അവർ പിന്നെ അടുത്ത സെക്കൻഡിൽ അവർ കാണുമ്പോൾ അവർ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ അതിനകത്ത് ദൈവത്തിൻ്റെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയുണ്ട്. ആ ശാസനം അത് എന്താ പറയുക, ശുശ്രൂഷയുടെ ഭാഗമായിട്ടാണ് എനിക്കത് മനസ്സിലാക്കിയിരിക്കുന്നത്. മനസ്സിനെ മുറിവേൽപ്പിക്കുന്നൊരു സംഭവമല്ല. ഞങ്ങൾ ദൈവജനത്തിനും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. അച്ഛൻ ബൈബിൾ കൺവെൻഷനൊക്കെ ചില കാര്യങ്ങളിൽ, ചില പ്രമേയങ്ങളിൽ ശക്തമായിട്ട് പറയുമ്പോൾ അച്ഛൻ്റെ ഭാവമൊക്കെ അങ്ങ് മാറുകയാണ്. പക്ഷെ അത് ഉള്ളിൽ കൃപയായിട്ടും മാനസാന്തരമായിട്ടും നിറയുന്ന വലിയൊരു അനുഭവമാണ്. എനിക്കുള്ള അനുഭവം ഇതാണ്. പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, ഒരു ശാസന കിട്ടിയതിന് ശേഷം അവരുടെ അഭിഷേകം വർദ്ധിച്ചായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചില പാട്ടുകാർ പറ, അച്ഛാ ഇന്ന് മുട്ടായൊന്നും കിട്ടിയിട്ടില്ലല്ലോ, അപ്പോൾ ചില ശാസനത്തെ അങ്ങനെയാണ് വിളിക്കുന്നത്. ഒരു ആത്മീയ പലതരത്തിലുള്ള അനുഭവങ്ങൾ ചില ആൾക്കാർക്ക് അവർ കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അച്ഛൻ ഒരു ശാസനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പാട്ട് പാടുക, അല്ലെങ്കിൽ പിന്നെ ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു അനോയിൻറ്റിങ് ലെവൽ ഒരു വർധന കണ്ടിട്ടുണ്ട്. അതൊരു ആത്മാവിൻ്റെ ഒരു പ്രവർത്തനമുണ്ട്. ചിലപ്പോൾ അതിലൂടെ ഒരു ദുർപ്പികട വിട്ടുപോകുന്നത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ അച്ഛൻ്റെ ആ സ്നേഹവും അച്ഛൻ്റെ കരുതലും അന്നും ഇന്നും ഒക്കെ ഒരുപോലെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എല്ലാവരോടും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ചിരിച്ച മുഖവുമായിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന അച്ഛൻ്റെ സ്വഭാവം. അതോടൊപ്പം തന്നെ ഒരു ദിവസം അച്ഛൻ എന്നെ ഒരു കാര്യത്തിൽ എന്നെ ശാസിച്ചതായിട്ട് ഞാൻ ഓർക്കുകയാണ്. ഒരു ശാസന എനിക്ക് കിട്ടി. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭാഗത്ത് മുഴുവൻ വെള്ളവും ചതുപ്പും പാടങ്ങളുമാണ്. അപ്പോൾ അച്ഛന് താമസിക്കാനായിട്ട് അവിടെ ഒരു മുറിയുണ്ട്. പക്ഷെ അച്ഛൻ എന്ത് ചെയ്തു, എനിക്ക് ഈ മുറി വേണ്ട, ഒരു ചെറിയൊരു ഷെഡ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ എല്ലാവരും കൂടി കമ്പൊക്കെ നാട്ടി, ഈ ചെറിയ മരത്തിൻ്റെ തൂണുകൾ കൊണ്ട് തൂണൊക്കെ നാട്ടിയിട്ട് ഒരു ഓല ഷെഡ് അച്ഛന് പണിത് കൊടുത്തു. അവിടെ ഒരു ചെറിയ കട്ടിലും കൊണ്ടിട്ടു, മേശയും കൊണ്ടിട്ടു, ഒരു കസേരയും കൊണ്ടിട്ടു. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഒരു പുൽപ്പായുണ്ട്. ഇപ്പോൾ തണുപ്പൊന്നും അടിക്കാത്ത മുറിയിൽ നിന്നും അതിനകത്തേക്ക് മാറി, ഈ ഷെഡിലേക്ക് മാറി അച്ഛൻ അതിനകത്ത് താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഇവിടെ ഇഴവതിയാണ് നടന്നുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ ഒരു ബ്രദർ ഒന്ന് പറഞ്ഞു, അച്ഛന് ഭയങ്കര പനിയാണ്. അച്ഛന് എന്നിട്ട് നിലത്ത് ഭയങ്കര കൊട്ടും തണുപ്പുള്ള സമയത്ത് നിലത്ത് ഒരു പുൽപ്പാ വിരിച്ച് അച്ഛൻ അതിലാണ് കിടക്കുന്നത്. തലയണ പോലും ഇല്ല, ഇങ്ങനെ കിടക്കുന്നു. അപ്പം ഞാൻ എൻ്റെ മാനുഷികമായ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ പറഞ്ഞു, അയ്യോ 102 ഡിഗ്രി പനിയാണെന്നാണ് പറഞ്ഞത്. അയ്യോ എന്നാൽ അച്ഛന് ഈ പനിയാണെങ്കിൽ എന്നാൽ പിന്നെ ഈ മുറി ഒന്ന് കിടക്കാമായിരുന്നല്ലോ, എന്നാൽ തണുപ്പ് അടിച്ച് ആ തറയിൽ കിടക്കണ്ടല്ലായിരുന്നു എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അതെങ്ങനെയോ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛനോട് ഒരു ദിവസം ശാസനാരൂപത്തിൽ പറഞ്ഞു, എന്തിനാണ് ടോമി ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ നിൽക്കുന്നത്? ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കിപ്പം മനസ്സിലാകത്തില്ല. നിങ്ങൾ കുറച്ച് കഴിയുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ.
ഞാൻ പറഞ്ഞു ശരി അച്ഛാ, ഞാൻ ഇനി ഇത് ആവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ അതോടെ സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം എനിക്ക് മനസ്സിലായത് അച്ഛൻ ആ തറയെ കിടന്ന് സഹിച്ചതൊക്കെ എന്തിനു വേണ്ടിയാണ് എന്ന് എനിക്ക് മനസ്സിലാകുകയില്ല. എൻ്റെ ബുദ്ധിക്ക് അത്രയ്ക്കുള്ള ഒരു ഇതേ ഉള്ളൂ. മാനുഷികമായ ബുദ്ധിയിലാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അച്ഛൻ ആത്മീയമായ തലത്തിൽ അച്ഛൻ സഹനങ്ങൾ ഏറ്റെടുത്ത് ഈ ധ്യാന സെൻറ്ററിൻ്റെയും ഈ ദേശത്തിൻ്റെയും വളർച്ചയ്ക്ക് വേണ്ടിയും ഈ ദേശം മുഴുവൻ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഓരോ സഹനങ്ങളും അങ്ങനെ ഏറ്റെടുത്തത്. അതെനിക്ക് മനസ്സിലായില്ലായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. 2005 ആരംഭിച്ച ഈ അഭിഷേകാഗ്നി ശുശ്രൂഷ ശരിക്കും പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ശരിക്കും ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം അച്ഛൻ്റെ ഓരോ വാക്കുകളും ഓരോ ശുശ്രൂഷകളും പരിശുദ്ധാത്മാവാൽ നിറഞ്ഞുള്ളതാണ്. മാനുഷികമായിട്ടുള്ള ഒരുക്കങ്ങളൊന്നും അച്ഛനില്ല. അച്ഛൻ വരും, അവിടെ നിന്ന് ഒരുങ്ങും, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് ശക്തിപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛൻ ശുശ്രൂഷകളിലേക്ക് കടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷനാണ്. ഏത് സമയത്ത് ഏത് രീതിയിലുള്ള പാട്ടുകളാണ് അച്ഛൻ പറയുന്നതെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 5 പാട്ട് 10 പാട്ടൊക്കെ ഒരുങ്ങി വരുമ്പോൾ ചിലപ്പോൾ അതല്ല അച്ഛൻ പറയും, ഇപ്പം ഇത് വേണ്ട, വേറൊരു പാട്ട് ഒരുങ്ങും. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരുങ്ങി ചിലപ്പോൾ പാട്ട് കിട്ടാതെ പോലും ചില എപ്പിസോഡുകളൊക്കെ ചില ദിവസങ്ങളിലൊക്കെ ശുശ്രൂഷ മടങ്ങിപ്പോയിട്ടുള്ള സാഹചര്യങ്ങളും ശുശ്രൂഷയിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സമയത്ത് ശരിക്കും പ്രാർത്ഥനയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ശുശ്രൂഷ നടക്കാറില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അച്ഛൻ എന്നെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊക്കെ അഭിഷേകാഗ്നി റെക്കോർഡിങ്ങിനൊക്കെ വേണ്ടി കൊണ്ടേയിരുത്തും. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, അവിടെയുള്ള ചേട്ടന്മാരൊക്കെ ഇങ്ങനെ മെറ്റിൽ വിരിച്ച് മണലിൽ മുട്ടുകുത്തി കൈ വിരിച്ച് പിടിച്ച് മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഒരു ദിവസം രാവിലെ മുതൽ 8 മണിക്ക് തുടങ്ങി 5 മണി 6 മണി വരെ ചിലപ്പോൾ പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ ആ ദിവസങ്ങളിൽ എപ്പിസോഡുകൾ കിട്ടാതെ പോയ ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ ഒരു ടെൻഷനായിരുന്നെങ്കിലും ഇന്ന് സന്തോഷമാണ്. കാരണം എത്രത്തോളം അനുഗ്രഹങ്ങളും എത്രത്തോളം അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് ഈശോ അഭിഷേകാഗ്നിയിലൂടെ ചെയ്യാൻ ഇടവന്നിട്ടുള്ളത്. ദൈവനാമത്തിന് കൊടാനുകൂടി മഹത്വം നൽകുന്നു. ഒത്തിരി ദൈവാനുഗ്രഹം ശരിക്കും അച്ഛനോട് ചേർന്ന് റെക്കോർഡിങ്ങിനൊക്കെ നിൽക്കുമ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥന, അച്ഛൻ്റെ ഒരുക്കങ്ങൾ, അച്ഛൻ്റെ തിരുത്തലുകൾ, അച്ഛൻ്റെ സ്നേഹം, അതുപോലെ തന്നെ ശിക്ഷണങ്ങൾ എല്ലാം ആത്മീയതയെ കൂടുതൽ വളരാനും പ്രാർത്ഥിക്കാനും ഒക്കെ അത് കാരണമായി തീർന്നിട്ടുണ്ട്. അഭിഷേകാഗ്നി ശുശ്രൂഷയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യം, വട്ടാലച്ചൻ ഇതിന് ഭയങ്കരമായിട്ട് വില കൊടുക്കുന്ന ഒരാളാണ്. അതായത് നമ്മളൊരു ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു ധ്യാനകേന്ദ്രത്തിൽ നമ്മൾ എങ്ങനെ ധ്യാനം കൂടുന്നു അതുപോലെ തന്നെ എല്ലാവരും ഈ ടെലിവിഷൻ ശുശ്രൂഷയിൽ പങ്കുചേരണം എന്നാണ് അച്ഛൻ്റെ ആഗ്രഹം. പക്ഷെ അതിനുവേണ്ടി ഞങ്ങൾ ഭയങ്കരമായിട്ട് പെർഫെക്ഷൻ ആകാൻ വേണ്ടി ഒരു 6-7 പ്രാവശ്യം ചിലപ്പോൾ ഒരു ഗാന ശുശ്രൂഷ തന്നെ ചെയ്യേണ്ട വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല. പക്ഷേ അതെല്ലാം ഇത്രയും കഷ്ടപ്പെട്ടാലും ലാസ്റ്റ് അതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഒരു അഭിഷേകമായി മാറുന്നതാണ് ഞാൻ ഇപ്പോഴും കണ്ടിട്ടുള്ളത്. അപ്പം ഈ 1000 എപ്പിസോഡായി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. അഭിഷേകാഗ്നി 1000 എപ്പിസോഡിൽ എത്തി നിൽക്കുമ്പോൾ ഒത്തിരിയേറെ നന്ദിയോടെയാണ് ഈശോയുടെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് സാധിക്കുന്നത്. കാരണം യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലാതെ എപ്പോഴും നല്ല പ്രസന്നതയോടുകൂടെ ഈ അഭിഷേകാഗ്നി പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് ബഹുമാനപ്പെട്ട വട്ടായിലച്ചനും അതുപോലെ തന്നെ ബിനോയച്ചനും ഈശോ കൊടുത്ത അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ലോകം മുഴുവനിലുള്ള എല്ലാവർക്കും വേണ്ടി ഈശോയുടെ നാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും ധാരാളം നന്മകൾ ഈ അഭിഷേകാഗ്നിയിലൂടെ ലോക ജനതയ്ക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്നു. അതായത് ഹൃദയത്തിൽ വെറുപ്പില്ലാതെ ഒരു തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാവിൻ്റെ പ്രവർത്തനം തന്നെയായിട്ട് അതെല്ലാവർക്കും അനുഭവവേദ്യമാകും. പറയുന്നത് നമ്മുടെ ഈ ഒരു സഹ്യോനിലൂടെയുള്ള ആത്മീയ ശുശ്രൂഷകൾ എനിക്ക് 10-30 മിനിസ്ട്രികൾ തന്നെയുണ്ട്. അതേപോലെ തന്നെ ദൈവവചനം പ്രിൻ്റ് ചെയ്ത് ഈ ലോകം മുഴുവനും കൊടുക്കുന്നുണ്ട്. ധാരാളം നമ്മൾ പറഞ്ഞാലും തീരാത്ത ഒത്തിരിയേറെ അഭിഷേകങ്ങളിലേക്ക്, കൃപകളിലേക്ക് തീർച്ചയായിട്ടും ഈ സഹ്യോൻ ധ്യാന കേന്ദ്രവും അതേപോലെ തന്നെ ഈ ആത്മീയ ശുശ്രൂഷയും ദൈവജനത്തെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സഹ്യോൻ ധ്യാന കേന്ദ്രം തുടങ്ങി ഇങ്ങനെ ഓരോ കാലത്തിനനുസരിച്ചുള്ള ഒത്തിരിയേറെ മൂവ്മെൻറ്റ്സുകളിലേക്ക് അല്ലെങ്കിൽ ശുശ്രൂഷകളിലേക്ക് മാറുകയാണ്. അപ്പോൾ ഒരു രൂപതയെ സംബന്ധിച്ച് അതിൻ്റെ ഒരു അന്തിമ വാക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അധ്യക്ഷനായിട്ടുള്ള പിതാവാണ്, അഭിമന്യ പിതാവാണ്. അപ്പം ആ സമയത്ത് എനിക്കൊന്ന് അച്ഛൻ സൂചിപ്പിച്ച പോലെ അഭിമന്യ ജേക്കബ് മനത്തോടത്ത് പിതാവാണ്. അപ്പം പിതാവുമായിട്ടുള്ള ഒരു ബന്ധം, ആശയവിനിമയം, അതൊക്കെ നമ്മുടെ ഈ സഹ്യോനും അതേപോലെ ഈ ആത്മീയ ശുശ്രൂഷകളും വളരാനായിട്ട് തീർച്ചയായിട്ടും സഹായിച്ചിട്ടില്ലേ? അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും 1994
ഇടവികാരിയായി 97-98 കാലഘട്ടത്തിൽ താവളത്ത് വന്നു. അപ്പോൾ മുതൽ അന്നത്തെ പാലക്കാട് രൂപത മെത്രാൻ മാർ ജേക്കബ് മനത്തോടത്ത് പിതാവായിരുന്നു ആത്മീയ അധികാരി. പിതാവിനോട് നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഒരു ആത്മീയ അധികാരി എന്നതിൽ പിതാവിനോടാണ് ആദ്യം നമ്മൾ പറയണത്. പിതാവ് ഒരു കാര്യം ഓക്കെ അത് നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അനോയിൻറ്റിംഗ് ആയിട്ട് മാറും. പിന്നെ പിതാവ് ഒരു കാര്യം വേണ്ടാന്ന് പറഞ്ഞാൽ അപ്പോൾ അത് നിർത്തും. നമുക്ക് നല്ല ശക്തമായ നല്ല തീയായിട്ട് നമുക്ക് ചെയ്യണം തോന്നുന്ന കാര്യമായിരിക്കും, പക്ഷേ പിതാവ് വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മളവിടെ നിർത്തും. പിന്നെ അപ്പുറത്തേക്ക് പോകുമ്പം ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വേറെ പല ആത്മീയ അനർത്ഥങ്ങളും ഉണ്ടായിരിക്കാം. അപ്പം നമ്മൾ അതവിടെ നിർത്തും. അപ്പം നമ്മൾ അട്ടപ്പാടിയിലുള്ള ശുശ്രൂഷയിൽ ഒരു വലിയ കരുത്തായിട്ട് ദൈവം നൽകിയത് പിതാവുമായുള്ള ബന്ധമാണ്. മനത്തോടത്ത് പിതാവുമായുള്ള ബന്ധം. പിന്നെ അതിനുശേഷം ഇപ്പോൾ കൊച്ചുവരയ്ക്കൽ പിതാവാണ് പാലക്കാട് രൂപതയുടെ മെത്രാൻ. അപ്പോൾ സോജിയച്ചൻ ഇപ്പം പുതിയ ഡയറക്ടർ സോജിയച്ചൻ നിയമിതനായി. സോജിയച്ചനാണെങ്കിൽ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് പിതാവുമായുള്ള ഹൃദയബന്ധം, പിതാവിൻ്റെ ബ്ലെസ്സിങ്, പിതാവിനോടുള്ള വിധേയത്വം, പിതാവിനുള്ള അനുസരണം, അതെന്ത് ചെയ്യും നമ്മുടെ ശുശ്രൂഷകളെല്ലാം വളരെയധികം അഭിഷേകത്തിൽ നിന്ന് അഭിഷേകത്തിലേക്ക് ഉയരാനും പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷണം കിട്ടാനും അത് കാരണമായി തീർന്നിട്ടുണ്ട്. തിരുസഭാ ഗാത്രത്തോടുള്ള ആ ഒരു ഫുൾ ഐക്യം വരണത് നമ്മൾ പിതാവുമായുള്ള ഐക്യത്തിലേക്ക് വരുന്നതോടുകൂടിയാണ്. ഹൃദയം പിതാവുമായി ഐക്യത്തിരിക്കുമ്പോൾ നമ്മൾ സഭ മുഴുവനുമായുള്ള ഐക്യത്തിലാണ്. അപ്പോൾ സഭയിലെ കഴിഞ്ഞ 2000 വർഷങ്ങളായുള്ള നന്മയുടെ നിക്ഷേപത്തിൻ്റെ നിന്ന് നമ്മളിലേക്ക് കൃപകൾ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ യേശുവിൻ്റെ കുരിശുമരണം തൊട്ട് ഇങ്ങോട്ട് എത്രയോ രക്തസാക്ഷികൾ അവർ മരിച്ചു, എത്രയോ പൂർവ്വപിതാക്കന്മാർ, എത്രയോ വിശുദ്ധന്മാർ, അൽഫോൻസാമയെ പോലുള്ള എത്ര സഹന ബലിയാത്മാക്കൾ. അപ്പോൾ അവരൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ അവരുടെ ജീവിതം വഴി ഉണ്ടായ കൃപകളെല്ലാം ഒരു കോമൺ നിക്ഷേപമായിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തി അഭിമന്യ പിതാവുമായി ഐക്യത്തിലിരിക്കുമ്പോൾ ഈ സഭ മുഴുവനോട് ഐക്യത്തിലേക്കാവുകയാണ്. അപ്പോൾ ഈ പൊതു നിക്ഷേപത്തിൽ നിന്ന് നമ്മുടെ ശൂന്യമായ ഹൃദയത്തിലേക്ക് ആ കൃപകളെല്ലാം കൂടെ ഒഴുകും. അന്തോണിസ്മയിൽ ഉണ്ടായിരുന്ന കൃപകൾ, അതുമല്ലെങ്കിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന വിശുദ്ധന്മാരുടെ കൃപകളെല്ലാം നമ്മളിലേക്ക് ഒഴുകും. നന്മകളുടെ സംസർഗം എന്നൊരു തത്വത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. CCC 947 അതിനെക്കുറിച്ച് നന്മകളുടെ സംസർഗം. അപ്പോൾ അതിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്, സഭയിലെ ഓരോ അംഗങ്ങളും വഴി ഉണ്ടാകുന്ന കൃപകളെല്ലാം ഒരു പൊതു നിക്ഷേപമായി മാറുന്നു. ഒരു വ്യക്തി സഭയോട് ഐക്യത്തിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയുടെ അന്തരാത്മാവിലേക്ക് ഈ പൊതു നിക്ഷേപത്തിൽ നിന്ന് സൗജന്യമായി കൃപകൾ പ്രവഹിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വീപ്പം നിറച്ച് വെള്ളം ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഒരു കാലിക്കന്നാസ് ഇരിക്കുകയാണ്. ഈ കാലിക്കന്നാസിലേക്ക് ഈ വീപ്പയിൽ നിന്ന് ഒരു ഓസ് വഴി കണക്ട് ചെയ്താൽ സെക്കൻഡുകൾ കൊണ്ട് അതിനകത്ത് വെള്ളം വന്ന് നിറയും. ഇതുപോലെ ഈ 2000 വർഷത്തെ സഭയുടെ കൃപകളുടെ പൊതു നിക്ഷേപത്തിലേക്ക് നമ്മൾ ശൂന്യമായൊരു പാത്രം എന്ന നിലയ്ക്ക് നമ്മൾ സഭയുടെ ഐക്യത്തിൽ വരുമ്പോൾ അത് നമ്മൾ കണക്റ്റഡ് ആവും. അപ്പോൾ അത് സഭയുടെ ഐക്യത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ ബിഷപ്പുമായിട്ട് വിധേയത്വത്തിലും ഐക്യത്തിലും ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തു ചെയ്യും, ഈ സഭയിലെ നന്മകൾ നമ്മളിലേക്ക് സമൃദ്ധമായിട്ട് നിറയും. നമ്മളെ പുണ്യം കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപയും സഭയിൽ നിന്നുള്ള വരപ്രസാദങ്ങൾ കൊണ്ട് ഈ ശുശ്രൂഷകളെല്ലാം അഭിഷേകപൂർണ്ണമാകും. അപ്പം നന്മകളുടെ സംസർഗം നമ്മൾ ഒരു നല്ല അനുഭവമായി മാറാൻ ബിഷപ്പുമായുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. അട്ടപ്പാടിയിലെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് 100% പറയാൻ പറ്റും. ബിഷപ്പിനെ അനുസരിക്കുന്നതും ബിഷപ്പുമായുള്ള ആത്മീയ ബന്ധത്തിൽ നല്ല ബന്ധത്തിയിരിക്കുന്നതും നമ്മുടെ ശുശ്രൂഷ കർത്താവിന് പ്രിയങ്കരമാക്കി മാറ്റും. പഴയ നിയമത്തിൽ മോശ എന്ന് പറയുന്ന ശക്തനായിട്ടുള്ള പ്രവാചകൻ, ആ പ്രവാചകനിലൂടെ ദൈവം എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് നൽകിയിരുന്നത്. ശരി, അത് മോശ ദൈവത്തോട് അടുത്ത് നിന്ന് കൂടെ നിന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ കേരളത്തിൽ സ്വർഗം മുഴുവനും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു അനുഭവമാണ് സെഹിയോൻ ധ്യാന കേന്ദ്രത്തിനെ. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്ന ഈ അഭിഷേകാഗ്നി എന്ന് പറയുന്ന ശുശ്രൂഷയിലൂടെയും ദൈവജനം അനുഭവിക്കുന്നത്. ഈ കാലത്തിൻ്റെ ഒരു മോശയായിട്ട്, പ്രവാചകനായിട്ട് മുന്നിൽ നിന്നുകൊണ്ട്, അതേപോലെ തന്നെ ഒരു ടീമായിട്ട് ഇപ്പോൾ നമ്മൾ പങ്കുവെച്ച ഒരു ഐക്യത്തിൻ്റെ മനോഭാവം സഭയിൽ ഇപ്പോൾ നമുക്കറിയാം. കുറേ വിശ്വാസികൾ വിശ്വാസം വിട്ടു പോകുന്നുണ്ട്. കാരണം ഭിന്നിപ്പിൻ്റെ വിഭാഗിതയുടേതായിട്ടുള്ള സാത്താൻ്റെ പ്രവൃത്തികൾ ഈ ലോകത്ത് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഈ സെഹിയോൻ ധ്യാന കേന്ദ്രത്തിനും അതേപോലെ തന്നെ അഭിഷേകാഗ്നി പ്രോഗ്രാമുകൾക്കും ഇനിയും മുന്നോട്ട് പ്രസക്തി ഉണ്ട്. അത്തരത്തിൽ ഇത് വലിയൊരു നിറവായിട്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ മാറട്ടെ. നമ്മൾ ഈ ഞായറാഴ്ച അഭിഷേകാഗ്നി 1000 പൊന്നാളങ്ങൾ
എന്ന ശുശ്രൂഷയുടെ 1000ാമത് എപ്പിസോഡ് നമ്മൾ കാണുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെയൊക്കെ ജ്വലിപ്പിക്കട്ടെ എന്നൊരു പ്രാർത്ഥന ഉള്ളിലുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആഘോഷം? കർത്താവിന് പൂർണ്ണമായും എല്ലാ മഹത്വവും എല്ലാ സ്തുതികളും എല്ലാ പുകഴ്ചയും കർത്താവിൻ്റെ നാമത്തിന് അർപ്പിക്കുകയാണ്. 1 കൊറിന്തോസ് 1-ാം അധ്യായത്തിൽ 31-ാമത്തെ തിരുലിഖിതം, അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ശുശ്രൂഷയോടനുബന്ധിച്ച് നമുക്ക് കർത്താവിൻ്റെ ആ കൃപയെയും കർത്താവിൻ്റെ കരുണയെയും കർത്താവിൻ്റെ നന്മയെയും സ്തുതിക്കാനുള്ള അവസരമാക്കി ഈ 1000ാമത്തെ എപ്പിസോഡ് മാറണം. അത് എല്ലാ കുടുംബങ്ങളിലും കർത്താവിനെ സ്തുതിക്കുന്ന, കർത്താവിൻ്റെ കരുണയെ വാഴ്ത്തുന്ന, കർത്താവിൻ്റെ നന്മയെ ഒരുപാട് മഹത്വപ്പെടുത്തുന്ന ഒരു ദിവസമാക്കി ആ ദിവസത്തിൽ എല്ലാ കുടുംബങ്ങളും ഒന്നിച്ചു ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തണമെന്ന് ഞാൻ എളിമയോടെയും ഒരുപാട് നിങ്ങളൊരു സഹോദരൻ നിലയ്ക്കും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷ ഈ ഞായറാഴ്ച 1000ാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ്. നീണ്ട 19 വർഷങ്ങൾ 2005 തൊട്ട് ഈ ഒരാഴ്ച വരെ ഇടമുറിയാതെ എല്ലാ ഞായറാഴ്ചകളിലും ദൈവവചന ശുശ്രൂഷ അഭിഷേകാഗ്നി എന്ന ആ ഒരു വേദിയിൽ കർത്താവ് നമുക്ക് തന്നു. ഒരുപാട് സന്തോഷത്തോടെ ഈ ആഴ്ചത്തെ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ ആഴ്ചത്തെ ശുശ്രൂഷയുടെ പ്രത്യേകത ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വചന ശുശ്രൂഷ കർത്താവ് നമുക്ക് തരികയാണ്. അഭിയന്യമാർ ജേക്കബ് മനത്തോടത്ത് പിതാവിൻ്റെ ആമുഖ പ്രാർത്ഥനയോടും ആമുഖ അനുഗ്രഹ വചസ്സുകളോടും കൂടിയാണ് ഈ ശുശ്രൂഷ ആരംഭിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ.